ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഷെഹൂസ് വേൾഡ്. അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്നിരിക്കുക കേട്ടോ. അതായത് അത്ര ഹെൽത്തി ഒന്നുമല്ല ആദ്യം തന്നെ പറയുകയാണ്. പക്ഷേങ്കിൽ നമ്മൾ എന്നും കൊടുക്കുന്ന ഇഡ്ഡലിയും ദോശയും ഉപ്പും ഒക്കെ കഴിച്ചിരിക്കുന്ന മക്കൾക്ക് ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് കൊടുക്കാനാണ് നമ്മൾ കൊത്തുപൊറോട്ട എന്നൊക്കെ പറയുമെങ്കിലും ഇതൊരു അത്ര എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊത്തുപൊറോട്ട അല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അധികം എരിവൊന്നും കൂടുതൽ സ്പൈസി ഇല്ലാത്ത മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അതിനായിട്ട് ആദ്യം ഒരു പൊറോട്ട എടുക്കുക. അതിലേക്ക് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഒരു മുട്ടയും അതിലൊരു ഇത്തിരി ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടിയും കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ മക്കളുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പും മാത്രം ഇട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം എരിവ് നല്ലോണം വെജിറ്റബിൾസ് ഒക്കെ കൂടുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഒനിയനും ക്യാബേജും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അപ്പം ഞാൻ ഇവിടെ ഒന്നും ചേർത്തിട്ടില്ല. എണ്ണയും നമുക്ക് പിന്നെ കടുക് താളിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കൊടുക്കാൻ പറ്റിയൊരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ പൊറോട്ട നന്നായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മൾ തവയിലിട്ട് നന്നായിട്ട് സോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി എന്താ പറയുന്നത്, ഒത്തിരി ക്രിസ്പി ആയി പോലെ ഒത്തിരി സോഫ്റ്റ് ആയി പോലെ അങ്ങനെ ഒരു ഇതിൽ നിൽക്കണം. നമ്മൾ കഴിക്കണമെന്നൊരു ചെറിയ സൗണ്ടോടുകൂടി ക്രിസ്പ്നെസ് ഉണ്ടായിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അതാണ് ടേസ്റ്റ്. ചൂടോടുകൂടി കൊടുക്കുന്നതാട്ടോ നല്ലത്. അപ്പോൾ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നടുവിൽ ഒരു ചെറിയൊരു ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വേണം നമ്മൾ ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം അടിയിൽ നിന്ന് ആ മുട്ട ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും വേണം നമ്മൾ മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ആകപ്പാടെ ഒരു ചടങ്ങായിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കി വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാം. ഞാനൊരിത്തിരി സോയാ സോസ് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് പറയുന്നവർക്ക് അത് ചേർക്കാം. ടൊമാറ്റോ സോസ് എന്നിട്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചൈനീസൊക്കെ കൂടി പോലത്തെ ഫുഡൊക്കെ ആയിട്ട് മാറുകയും ചെയ്യും. പിന്നെ സോയാ സോസൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ക്രിസ്മസും ആവരെ സിമ്മിൽ വേണം തീയിടാൻ കേട്ടോ. തീ കുറച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നമുക്കറിയാലോ മുരിഞ്ഞൊരു പാകമായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒട്ടുമിക്ക മക്കളും ചിലർ മുട്ട കൂട്ടുന്നവർ കാണുകയല്ല, അല്ലെങ്കിൽ പൊറോട്ട ഒക്കെ നമ്മുടെ തലേദിവസമൊക്കെ പിറ്റേ ദിവസം ചൂടാക്കി കൊടുക്കും. അത് കഴിക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ കാണില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് വലിയ ചിന്തിക്കുകയൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഐറ്റം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ കയറി കാണുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാ പേജും കൂടി ഉണ്ടായി ഞാൻ എൻ്റെ കൂടെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതിലും കയറി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളതെല്ലാം ചെയ്തിരുന്നതായിരിക്കും. താങ്ക് യു.